നമസ്കാരം, ഞാൻ ശാലുവിനു. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വെജിറ്റബിൾ ബിരിയാണിയാണ്. ഒരു ബിരിയാണി എന്ന് പറയുമ്പം അതിൽ മെയിനായിട്ടുള്ളത് അതിലെ മസാലയാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് മസാല ചെയ്താലും വീട്ടിൽ ചെയ്യുന്ന മസാലയിൽ ചെയ്യുന്ന ഒരു ബിരിയാണിയുടെ ടേസ്റ്റ് വളരെ ഡിഫറെൻ്റാണ്. അപ്പം നമുക്ക് വീട്ടിൽ തന്നെ മസാല തയ്യാറാക്കി എങ്ങനെ ഒരു ബിരിയാണി അടിപൊളിയായിട്ട് ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 കപ്പ് ബാസ്മതി റൈസ് വെള്ളത്തിൽ 1 മണിക്കൂർ ഇട്ട് വെച്ചിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. 1 കപ്പ് ഉരുളക്കിഴങ്ങ്, 1/2 കപ്പ് കോളിഫ്ലവർ, 1 കപ്പ് ക്യാരറ്റ്, 1 കപ്പ് ബീൻസ്, 1/2 കപ്പ് ഗ്രീൻ പീസ്, ഒരു വലിയ സവാള, ഒരു വലിയ തക്കാളി, ഇത്രയും വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. പിന്നെ 2 ബേ ലീഫ്, 2 പട്ട, 3 ഗ്രാമ്പു, 3 ഏലക്ക, ഇത്രയും സ്പൈസസ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 കപ്പ് തേങ്ങാപ്പാൽ, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ ഹോൾ സ്പൈസസ്, അതായത് ഒരു 2-3 കഷ്ണം പട്ട, 4 ഏലക്ക, 4 ഗ്രാമ്പു, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, ഇത്രയാണ് നമ്മൾ മസാല അരയ്ക്കുന്നത്. പിന്നെ പുതിനയിലയും മല്ലിയിലയും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് നമുക്കൊരു ബിരിയാണി എങ്ങനെ അടിപൊളിയാക്കി തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് മസാല റെഡിയാക്കുകയാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു 2-3 പീസ് പട്ട, 4 ഏലക്ക, 4 ഗ്രാമ്പു, ഒരു ചെറിയ സ്റ്റാർ അനീസ്, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു 1 ഇഞ്ച് ജിഞ്ചർ അരിഞ്ഞതും, ഒരു 4-5 പീസ് ഗാർലിക്കും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു മിക്സിയിലേക്ക് ഇതിട്ട് ഇതിൻ്റെ കൂടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയിൽ നിന്ന് കുറച്ചിട്ടിട്ട് കുറച്ച് പുതിനയിലയും മല്ലിയിലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ നമ്മളൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഈ ബിരിയാണിയിൽ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല. ഈ മസാല ഉപയോഗിച്ച് നമ്മൾ ഈ ബിരിയാണി ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ബിരിയാണിക്ക് കേട്ടോ. നമുക്കിനി ബിരിയാണി തയ്യാറാക്കുന്നതിനായി ആദ്യം ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇതിനോടൊപ്പം തന്നെ കുറച്ച് എണ്ണയും കൂടെ ചേർക്കുക. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് എടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഹോൾ സ്പൈസസ് ആണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ആദ്യം 2 ബേ ലീഫ് ചേർക്കുന്നുണ്ട്, 2 ചെറിയ കഷ്ണം പട്ട, 3 ഏലക്ക, 3 ഗ്രാമ്പു. ഇത് ഇത്രയും ചേർത്ത് കൊടുത്ത് ഇതൊന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, സ്ലൈസ് ചെയ്തെടുത്തേക്കാണ്. ഇനി ഇതെല്ലാം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഈ സവാളയൊക്കെ നല്ലതുപോലെ ഒന്ന് വഴന്ന് വന്നെങ്കിലേ ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്, അത്യാവശ്യത്തിനൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഹോൾ സ്പൈസസും അതേപോലെ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന കുറച്ച് മല്ലിയിലയും പുതിനയിലയും കുറച്ച് സവാളയും ചേർത്ത് അരച്ച മസാലയാണ്. ഇനി നമുക്ക് ഈ മസാല ഇതിലിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ മസാലയുടെ പച്ച മണമൊക്കെ ഒന്ന് പോകുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3/4 ടീസ്പൂൺ ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്കിതിൽ ചില്ലി പൗഡർ യൂസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ അരയ്ക്കുന്ന മസാലയിൽ ഒരു 2-3 പച്ചമുളക് ചേർത്ത് അരച്ചാൽ മതിയാവും. അപ്പം നല്ല ഗ്രീൻ കളറിൽ കിട്ടും നമ്മുടെ ബിരിയാണി. അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്, എരിവിനുള്ളത്. ഇനി ഇതൊക്കെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ മസാലയുടെയും അതായത് നമ്മുടെ പൊടികളുടെയും ഒരു പച്ച മണമൊക്കെ മാറി വരണം. അതിനുശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് കൂടുതൽ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. കാര്യം ഇവിടെ ഉരുളക്കിഴങ്ങിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് ബിരിയാണിയിൽ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഈ വെജിറ്റബിൾസ് എല്ലാം ഒരു 3-4 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ കുറച്ച് ചെറുതായിട്ടാണ് അരിഞ്ഞേക്കുന്നത്. ഇത്തിരി വലിയതായിട്ടാണ് അരിയുന്നതെന്നുണ്ടെങ്കിൽ 1 മിനിറ്റോ 2 മിനിറ്റോ ഒന്ന് മൂടി വെച്ച് വേവിച്ചാലും കുഴപ്പമില്ല.
ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ 1-2 ടീസ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഇതിൽ തൈര് ഒഴിക്കുന്നില്ല. ഞാനിവിടെ തേങ്ങാപ്പാൽ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനിതിൽ തൈര് ഒഴിക്കുന്നില്ല. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതെല്ലാം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് വെന്തങ്ങനെ പോകണമെന്നൊന്നുമില്ല. ജസ്റ്റ് ഇതെല്ലാം ഈ മസാലയെല്ലാം ഇതിലൊന്ന് പിടിച്ചിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി വന്നാൽ മതിയാവും. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിലയും കുറച്ച് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമ്മൾ മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ വെജിറ്റബിൾസിലെല്ലാം ഇതിൻ്റെ നല്ലൊരു ഫ്ലേവർ ഇറങ്ങും. സോ കുറച്ചായിട്ട് ഇടയ്ക്കിടയ്ക്ക് മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഒന്ന് ചെറുതായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യമേ തക്കാളി ഇട്ട് വഴട്ടുകയാണെന്നുണ്ടെങ്കിൽ തക്കാളി വളരെ സോഫ്റ്റായിട്ട് പോകും. പിന്നെ നമുക്ക് ബിരിയാണിയിൽ തക്കാളി അങ്ങനെ കാണാനേ കിട്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ വഴറ്റിയെടുക്കാം കേട്ടോ. പക്ഷെ ഞാനിപ്പോൾ അതിലിങ്ങനെ ചെയ്യുന്നില്ല. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതൊക്കെ കൂടെ ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. അത്യാവശ്യത്തിനെല്ലാം ഒന്ന് ചെറുതായിട്ട് സോഫ്റ്റായിട്ടും വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 3 കപ്പ് ബാസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. 1 കപ്പിന് 1.5 കപ്പ് വെള്ളം വെച്ച് ഇവിടെ 4.5 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൽ ഞാനിവിടെ 4 കപ്പ് വെള്ളവും 1/2 കപ്പ് തേങ്ങാപ്പാലും, നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാലും, 1-ാം പാലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ 1/2 കപ്പ് തേങ്ങാപ്പാലും 4 കപ്പ് വെള്ളവും കൂടെ മിക്സ് ചെയ്താണ് ഞാനിതിൽ ഒഴിക്കുന്നത്. തേങ്ങാപ്പാലിന് പകരം പശുവിൻ പാൽ ചേർത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇല്ല നിങ്ങൾക്ക് വെള്ളം മാത്രം ഒഴിച്ചാൽ മതിയെങ്കിൽ അങ്ങനെയായാലും കുഴപ്പമില്ല. ഈ പാലൊഴിച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ ബിരിയാണി നല്ല സോഫ്റ്റായിട്ട് വരും. നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ടൈമിൽ തന്നെ നിങ്ങൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. നമ്മളിതിൻ്റെ ടേസ്റ്റ് നോക്കുമ്പോൾ, അതായത് ഈ വെള്ളത്തിൻ്റെ ടേസ്റ്റ് നോക്കുമ്പം അതിൽ ഉപ്പ് കുറച്ച് കൂടുതലായിട്ട് നിൽക്കണം. അപ്പോഴേ നമ്മൾ റൈസും ഇട്ട് ബിരിയാണി വേവിക്കുമ്പോൾ ബിരിയാണിയുടെ ഉപ്പ് കറക്റ്റായിട്ട് വരുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ചുകൂടെ മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ആവശ്യത്തിന് നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ഞാൻ ഇൻഗ്രീഡിയൻസിൻ്റെ കൂട്ടത്തിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നാരങ്ങയും കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. നാരങ്ങ ഒഴിച്ചാൽ ഇതിൻ്റെ എല്ലാം ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവും. ഇപ്പോൾ നമ്മുടെ ഈ ഗ്രേവി ഒന്ന് തിളച്ച് വരുന്നുണ്ട്. നമ്മൾ ഒഴിച്ചു കൊടുത്ത തേങ്ങാപ്പാലും വെള്ളവും ഒക്കെ കൂടി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ തിളച്ച് വരുന്നതിലേക്ക് നമ്മൾ അരി ഇട്ട് കൊടുക്കണം. ഞാനിവിടെ 3 കപ്പ് ബാസ്മതി റൈസ് 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ച് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. ഞാനിപ്പോൾ ഇത് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ നമ്മളെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അരിയൊക്കെ ഉടയാതെ ശ്രദ്ധിച്ചു വേണം ഇതൊന്ന് മിക്സ് ചെയ്യാനായിട്ട്. ഇപ്പോൾ നമ്മളുടെ ഈ ഒഴിച്ചു കൊടുത്ത വെള്ളവും വെജിറ്റബിൾസും റൈസും ഒക്കെ കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. നമ്മളിനി ഇത് മൂടി വെച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത്. ഞാനൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇത് മൂടി വെച്ച് 10 മിനിറ്റാണ് ആദ്യം വേവിച്ചെടുക്കുന്നത്. സോ നമുക്ക് ഒരു ലിഡ് വെച്ച് ഇതൊന്ന് മൂടി വയ്ക്കാം. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം ബിരിയാണിയുടെ നല്ലൊരു മണമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ തന്നെ. ഇനി നമുക്ക് അരിയൊക്കെ ഉടയാതെ നമുക്ക് ചെറുതായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ഒരു 1/4 ഭാഗത്തോളം ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇതിലെ വെള്ളമൊക്കെ നല്ലപോലെ ഒന്ന് വറ്റിയിട്ടുണ്ട്. ഇതൊക്കെ ആവശ്യത്തിന് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതൊന്നുകൂടെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നമ്മൾ മൂടി വെച്ച് സിമ്മിലിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബിരിയാണി ഒട്ടും കുഴയാതെ നമുക്ക് കിട്ടും കേട്ടോ. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് കുറച്ചുകൂടെ മല്ലിയിലയും പുതിനയിലയും കൂടെ ബാക്കിയുള്ളതോടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഇനി നമ്മൾ സിമ്മിലിട്ടിട്ടാണ് ഇതൊരു 10 മിനിറ്റ് വേവിച്ചെടുക്കുക. ഇതിൻ്റെ പ്രഷർ പുറത്തോട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്
ഞാൻ ഇതിൻ്റെ മേളിൽ ഇതിലൊരു ഹോളുണ്ട്, അതിൽ ഒരു ഗ്രാമ്പു വയ്ക്കുകയാണ്. അപ്പോൾ ഇതിലെ പ്രഷറൊക്കെ ഇതിനുള്ളിൽ തന്നെ നിൽക്കും. ഈ ആവിയിൽ നമ്മുടെ ഈ ബിരിയാണി നല്ലപോലെ ആവിയിൽ വെന്തും കിട്ടും. ഇപ്പോൾ കറക്റ്റ് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ സിമ്മിൽ വെച്ച് മൂടി വെച്ച് വേവിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ ബിരിയാണിയുടെ. ഇത് മെയിൻലി മസാലയുടെ സ്മെല്ലാണ്. ഇപ്പോൾ നമ്മുടെ ബിരിയാണിയൊക്കെ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ലാസ്റ്റിൽ നെയ്യ്. പക്ഷേ നല്ലൊരു ഫ്ലേവറും ഒരു ടേസ്റ്റും ഒക്കെ ഉണ്ടാവും നമ്മളിപ്പം നെയ്യ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ. ഇനി ചോറൊട്ടും ഉടയാതെ തന്നെ ഒരു സ്പൂൺ ഇട്ടിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ നെയ്യൊക്കെ ഇതിലെല്ലാം ഒന്ന് മിക്സായി വരും. ഞാനിപ്പോൾ നിങ്ങളെ ചോറ് കാണിച്ചു തരാം കേട്ടോ. ഇത് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഒരു ചോറ് ഒന്നിൽ തൊടാതെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് നമ്മുടെ ബിരിയാണി തയ്യാറാക്കിയെടുക്കാൻ പറ്റി. ഈ 1 മണിക്കൂർ നമ്മൾ ബാസ്മതി റൈസ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് ആദ്യം ഒരു 10 മിനിറ്റ് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വേവിക്കുക. അതിനുശേഷം അത് മൂടി വെച്ചിട്ട് സിമ്മിലിട്ടിട്ട് വീണ്ടും ഒരു 10 മിനിറ്റ് വേവിക്കുക. ആ 10 മിനിറ്റിലും ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടെ സിമ്മിലിട്ട് വേവിക്കണം കേട്ടോ. എനിക്കിവിടെ കറക്റ്റ് 10 മിനിറ്റിലൂടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഈ ബൗളിൽ ഞാൻ ഈ ബിരിയാണി ഫുള്ള് ഇട്ട് കൊടുത്തിട്ട് അത് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ബിരിയാണിയൊക്കെ ഒരു ബൗൾ ഫുള്ള് ഞാൻ നിറച്ച് കൊടുത്ത് സെറ്റ് ചെയ്ത് പ്രസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ നമുക്കൊരു പ്ലേറ്റ് വയ്ക്കാം. അതിനുശേഷം ശ്രദ്ധയോടെ ആ പ്ലേറ്റ് നമുക്ക് തിരിച്ചു വയ്ക്കാം. അപ്പോൾ ഈ ബൗളിലെ ബിരിയാണിയെല്ലാം കറക്റ്റായിട്ട് സെറ്റായിട്ട് നമുക്കതിൽ കിട്ടും. നമ്മുടെ വെജിറ്റബിൾ ബിരിയാണി ടേസ്റ്റി ആയിട്ട് തയ്യാറായി കഴിഞ്ഞു. നമുക്കിനി സാലഡിൻ്റെ കൂടെ ഇത് കഴിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ തൈര് ഒഴിച്ചിട്ടുള്ള സാലഡ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഇത് ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് തക്കാളിയും നാരങ്ങയും ഒരു പച്ചമുളകും വച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു പ്ലേറ്റ് ഫുൾ നല്ല കളർഫുള്ളായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണിത്. ഇത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.